ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജെഎംഎസ് വെൽ ക്രിയേറ്റേഴ്സ്. ഇന്ന് നമ്മളുടെ ലൈവ് ലേണിംഗ് ഫ്രീ ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിങ്ങളായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പല ആൾക്കാരുടെ വാക്കും കേട്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്ത് ക്യാഷ് മൊത്തം പോയ ആൾക്കാരാണെങ്കിൽ അത്ര ആൾക്കാർക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലേൺ ചെയ്യാം, പഠിക്കാം. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ണും പൂട്ടി എടുക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഒരു അനാലിസും കൂടി വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യരുത് ഒരാളെ. കാരണം ഈ ഒരു മേഖലയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും സ്കാമേഴ്സാണ്. അവർ എങ്ങനെയെങ്കിലും കോഴ്സ് വിൽക്കാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ കുറച്ച് പൈസ പിടുങ്ങാനും വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള മേഖലയല്ല, വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന വ്യക്തികളെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കണേക്കാട്ടി മുമ്പാ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ പല ആൾക്കാരെയും കാണാം ആഫ്റ്റർ മാർക്കറ്റ് വന്ന് പല അനാലിസിസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു 150 അല്ലെങ്കിൽ 300ഓളം സ്ട്രാറ്റജി പഠിപ്പിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുമ്പോൾ പറയും, നമ്മ ഇന്ന് പഠിച്ചത് 189ാമത്തെ സ്ട്രാറ്റജിയാണ്, അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിറ്റേ ദിവസം തന്നെ ആകുമ്പോൾ എന്ന് പറയും, നമ്മ ഇന്ന് പഠിച്ചത് 57ാമത്തെ സ്ട്രാറ്റജി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് ഇവിടെ സാധനം വന്നപ്പോൾ ശരിയാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരാൾക്ക് ഒരിക്കലും 200ഓളം സ്ട്രാറ്റജി 300ഓളം സ്ട്രാറ്റജി ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരൊറ്റ ട്രേഡിംഗ് മെത്തേഡ് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കോഴ്സ് വിറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലോട്ട് പോയി ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കൊരു 100 രൂപ പ്രീമിയം മിസ്സായി പോയി. പാർട്ട് ഓഫ് ദ ബിസിനസ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ 23,500 പുട്ട് ഓപ്ഷനാണ് പ്ലാൻ ചെയ്തത്. 6:29 ഏകദേശം 7 മിനിറ്റ് നമ്മുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ള ടൈമിലാണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. അതായത് 9:38 പുട്ട് ഓപ്ഷൻ ആയിരുന്നു. വ്യക്തമായിട്ട് നമുക്ക് എൻട്രി കിട്ടി 218.50 നമുക്ക് വ്യക്തമായിട്ട് എൻട്രി കിട്ടി. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ടാപ്പ് ചെയ്ത് ഫെയിലായ ടൈമിൽ, അത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ടൈമിലാണ് അപ്ഡേറ്റ് ചെയ്ത്. വ്യക്തമായിട്ട് ഈ ഒരു ക്യാൻഡിൽ ടാപ്പ് ചെയ്ത് 218.50 നമ്മുടെ ആ ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ ലെവലിൽ ടാപ്പ് ചെയ്ത് ഫെയിൽ ആയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ലിമിറ്റ് ഇട്ട് CMP കയറാൻ എല്ലാം പറ്റും. കാരണം കറണ്ട് മാർക്കറ്റ് പ്രൈസും എൻട്രി പ്രൈസും ഡിഫറൻസ് 15 രൂപ താഴെയാണെങ്കിൽ നമുക്ക് CMP കയറാതല്ല, നമുക്ക് ലിമിറ്റ് പ്ലേസ് ചെയ്യാം. അതിന് മേലാണ് ലിമിറ്റ് ഇടുക. പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രിയും കിട്ടി. ഇവിടെ നമുക്ക് ചെറിയൊരു മൊമെൻ്റ് കിട്ടി. എക്സാക്റ്റ് നമുക്ക് ലിമിറ്റ് ട്രിഗർ ആയിട്ടാണ് ഏകദേശം ഒരു 10-12 രൂപ പ്രീമിയം നമുക്ക് കിട്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് പോയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നതോടുകൂടി സ്റ്റോപ്പ് കൊടുത്തിട്ട് മാറി. കാരണം ഏകദേശം ഒരു 2 രൂപ 2.5 രൂപ നമുക്ക് പ്രീമിയം ലോസ് അവിടെ ബുക്ക് ചെയ്യുന്നവൻ മാറി. പക്ഷെ അതിനുശേഷം പുഷ് ചെയ്ത് പോയിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പൊസിഷൻ ആരും ഹോൾഡ് ചെയ്യരുത്, കാരണം ഹോൾഡ് ചെയ്താൽ പണി കിട്ടുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബൈയിങ് കാലിൽ ക്ലോസ് ചെയ്യുക, നെക്സ്റ്റ് സെല്ലേഴ്സ് വീണ്ടും വരും. ഇപ്പോൾ ഈ ഒരു ബൈയിങ് കാലിൽ ക്ലോസ് ചെയ്ത സെല്ലേഴ്സ് ഫെയിൽ ആണെങ്കിൽ മാത്രമേ മേളിലോട്ടുള്ള പുഷ് വരുള്ളൂ. ഇത്രയുള്ള നമ്മുടെ ട്രേഡിംഗ് കൺസെപ്റ്റ്. അല്ലാതെ വായി വലിച്ചിട്ടുള്ള ഒരു പരിപാടി കൂടി ഇല്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി ഉണ്ടായിരുന്നതും കൂടി നമുക്ക് പറഞ്ഞേക്കാം. വ്യക്തമായിട്ട് നമുക്ക് ടാർഗറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സിറ്റ് അടിച്ചാണ് 10 മണിയാകുമ്പോൾ അത് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യപ്പോൾ എക്സിറ്റ് അടിച്ച്. വ്യക്തമായിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതൊരു ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്, ഫ്രീ ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. അത് മനസ്സിലാക്കിയേക്കാം. നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കണ സ്ട്രാറ്റജി വളരെ നിസ്സാരമായിട്ട് നമ്മളിവിടെ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാമെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഇതൊരു ഫോഴ്സ് ചെയ്ത് ചെയ്യണ പരിപാടിയല്ല ട്രേഡിങ്. നിങ്ങൾ വ്യക്തമായിട്ട് ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് എന്നുള്ള പരിപാടിയെ വിട്ട് വേറെ ജോലി നോക്കാം. 23,350 കോൾ ഓപ്ഷൻ 306.25 ഒരു 7 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ളപ്പോഴാണ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. വ്യക്തമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ഫോം. പക്ഷേ എന്ത് സംഭവിച്ചു? ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്താൽ നമ്മുടെ കണ്ടീഷൻ നെഗറ്റീവ് ആണ്. നമ്മൾ വെയിറ്റ് ചെയ്യും നെക്സ്റ്റ് ഒരു ക്യാൻഡിലിന് വേണ്ടി. പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് ബൈയേഴ്സ് ടേക്ക് ഓവറോടെ കിട്ടി. നമ്മുടെ എൻട്രി പ്രകാരം പ്രോപ്പറായിട്ട് ഇവിടെ ബൈയേഴ്സ് ടേക്ക് ഓവർ കിട്ടി. പക്ഷേ നമ്മളൊരു ക്യാൻഡിലും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് ലിമിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ബൈയേഴ്സ് ടേക്ക് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റ് പ്ലേസ് ചെയ്യണമെന്നാണ് എക്സാക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലും കൂടി വെയിറ്റ് ചെയ്യുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. പക്ഷേ ചില ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ലിമിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു 100 രൂപ പ്രീമിയം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. വിത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 15 രൂപ പ്രീമിയമാണ്. സിസ്റ്റത്തിലാണ് വെക്കണം. അതല്ലാതെ വെറുതെ നിങ്ങളുടെ മെൻറ്റർ ചെയ്യണ പോലെ വായുവിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വരക്കണ വര പോലെ വെറുതെ സ്റ്റോപ്പ് ഇല്ലാണ്ടൊക്കെ ട്രേഡ് ചെയ്ത് ക്യാപ്പിൽ വാഷ് ഔട്ടാണ് പരിപാടിയല്ല. വ്യക്തമായിട്ടുള്ള നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് 15 വെക്കും. അതിന് അഗേൻസ്റ്റ് ആയിട്ട് മിനിമം 30 പോയിന്റ് എടുക്കുക. 30 പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ ട്രെയിൽ ചെയ്യുക. അതല്ലെങ്കിൽ ഓരോ രീതിയിൽ ചെയ്യാം.
ഓരോരുത്തർക്ക് പല രീതിയിലാണ് റിസ്ക്. ചില ആൾക്കാർക്ക് 50 രൂപയിൽ ബുക്ക് ചെയ്ത് മാറും, ചില ആൾക്കാർ 100 രൂപ പ്രീമിയം എടുക്കാൻ ഓക്കെ ആയിരിക്കും. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് നമ്മുടെ ഇവിടെ ലിമിറ്റ് ട്രിഗർ ആയിട്ടുണ്ട്. പക്ഷേ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് കിട്ടിയില്ല, അതുകൊണ്ട് ലിമിറ്റ് ഒന്നും ഇട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രോപ്പർ കണ്ടീഷനാണ് ബയേഴ്സ് ടേക്ക് ഓവർ ചെയ്ത്. കാരണം സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൻ്റെ ബയേഴ്സ് വന്ന് ലിമിറ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാക്റ്റ് ഇവിടെ നമുക്കിവിടെ ലിമിറ്റ് പ്ലേസ് ചെയ്യുക ആൾക്കാർക്കൊക്കെ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും വിത്ത് നമ്മുടെ 15 പോയിന്റ് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് ആണ്. ബ്രാക്കറ്റ് ഓർഡർ ആണ്, അതല്ലാതെ വെറുതെ തോന്നിയ പോലെയല്ല. നമ്മുടെ മിനിമം ടാർഗറ്റ് 30 പോയിന്റ്സ് അച്ചീവ് ആയിട്ടുണ്ട്, പിന്നെ 50 പോയിന്റ്സ്, പിന്നെ 100 പോയിന്റ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ലൈവ് മാർക്കറ്റിൽ ലേൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയേക്കുക, നിങ്ങൾ പല ആൾക്കാരും മുൻപ് ചെയ്ത പോലെ കുറേ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് കുറേ ട്രേഡ് തന്ന് അവർക്ക് ബ്രോക്കറേജ് റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ള പരിപാടി എല്ലാം ചെയ്യണത് ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ ആരും പേരെടുത്ത് പറയാനുള്ള, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പല ആളേകദേശം 200-300ഓളം സ്ട്രാറ്റജി ആയിട്ടുണ്ട്. ആൾക്ക് തന്നെ അറിയാൻ പാടില്ല ഏത് സ്ട്രാറ്റജി വർക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമേ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ വേറൊരു തലമാണ്. അവർ പല വേറെ ബിസിനസ്സിലോട്ടൊക്കെ പോയി. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഓപ്ഷൻ ബൈയിങ് നിർത്തിയിട്ട് റിയൽ എസ്റ്റേറ്റിലോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. കാരണം അവർക്ക് മനസ്സിലായി ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവരും പറ്റിക്കാം. കാരണം ഈ ഒരു ബൂം ചെയ്യണ ഏരിയയിൽ എല്ലാവരും വന്ന് നിങ്ങളുടെ ക്യാപിറ്റലൊക്കെ വാഷ് ഔട്ടാക്കി നിങ്ങളുടെ അവൻ പ്രോപ്പറായിട്ട് ബ്രോക്കറേജ് റവന്യൂ ക്രിയേറ്റ് ചെയ്ത് അവൻ പൈസ ഉണ്ടാക്കി. പക്ഷേ പിന്നെ അവരിത് തള്ളിച്ച നിൽക്കും. കാരണം ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇവൻ ഫ്രോഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ വേറെ ബിസിനസ്സിലോട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഏതൊരാളെ നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ ട്രാക്ക് റെക്കോർഡ് ലൈവ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യുക. അല്ലാതെ അവൻ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവൻ ചിലപ്പോൾ സ്റ്റോപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്ത് കിട്ടി പോയി അവൻ്റെ ചിലപ്പോൾ സ്റ്റോപ്പ് 1 ലക്ഷം ഇൻവെസ്റ്റ് 1 ലക്ഷം ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആകെ 1 ലക്ഷം ഉള്ളൂ. നിങ്ങൾക്ക് അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യുക. അതല്ല വ്യക്തമായിട്ട് എനിക്ക് 1 ലക്ഷം കൊണ്ട് മിനിമം ഒരു മാക്സിമം 2000 അല്ല 5000 സ്റ്റോപ്പ് വരാൻ പാടുള്ളൂ എന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യാം. കാരണം ക്യാപിറ്റലാണ് മുഖ്യം. ക്യാപിറ്റൽ ഇല്ലായെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ സ്ട്രാറ്റജി പഠിച്ചിട്ടും ട്രേഡിംഗ് കോഴ്സ് പഠിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മാത്രം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 5 yearsലോ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത്ര ആൾക്കാർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലൈവ് മാർക്കറ്റിൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ലൈവ് മാർക്കറ്റിൽ ചോദിക്കാം. എല്ലാവരെയും ബൈ ബൈ.